IAS ഉദ്യോഗസ്ഥരായ ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ പിൻവലിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. 2 വർഷത്തിന് ശേഷമാണ് ഷഫീദ് എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നത്. ഒപ്പം തന്നെ ബി അശോകിന്റെയും സസ്പെൻഷൻ പിൻവലിച്ചിട്ടുണ്ട്. സർക്കാർ ഇപ്പോൾ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ടല്ലോ. ക്രിസ്ത്യന, ഈ ഇടതു സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുൻപ് ബി അശോകിനെ സസ്പെൻഡ് ചെയ്ത് തുടർഭരണം ഫാസിസത്തിലേക്ക് നയിക്കുമെന്ന മാധ്യമങ്ങളിലെ വിമർശനമായിരുന്നു സസ്പെൻഷന് കാരണം. ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയതിനാണ് എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. 2 വർഷമായി പുറത്തുള്ള പ്രശാന്ത് 9 സസ്പെൻഷൻ നടപടികൾ നേരിട്ടിരുന്നു. ഈ പരസ്യ പ്രതികരണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്ന ചില കോൺഗ്രസ് നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചെങ്കിലും മുഖ്യമന്ത്രിയാണ് ഇരുവരെയും തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. IAS ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗിന് മുന്നോടിയായി നാളെ സിവിൽ സർവീസ് ബോർഡ് യോഗം ചേരുന്നുണ്ട്. ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും പുതിയ പോസ്റ്റിംഗ് ബോർഡിൽ ചർച്ചയാകും. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പൊതുഭരണ വകുപ്പ് സെക്രട്ടറി എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ സിവിൽ സർവീസ് ബോർഡ് യോഗത്തിന് ശേഷം സംസ്ഥാനത്ത് IAS ചെറുപ്പത്തെ സമഗ്ര അഴിച്ചുപണി സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ആ ഉത്തരവും പുറത്തിറങ്ങും. ക്രിസ്tina. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.